ഹലോ, എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് അടുത്ത കൃഷി തുടങ്ങുവാനുള്ള സമയമായി. അപ്പോൾ ഞാൻ കുറേ വിത്തുകളൊക്കെ പാകി എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. പിന്നെ എനിക്ക് മണ്ണില്ലാത്തത് കൊണ്ട് ഞാൻ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ചാനലിൽ ഉണ്ടാവുന്നത്. സ്ഥലമില്ലെന്ന് കരുതി ആരും കൃഷി ചെയ്യാതെ ഇരിക്കരുത്. നമുക്ക് എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാം. എനിക്ക് ഒട്ടും തന്നെ മുറ്റമില്ല, ഉള്ള സ്ഥലത്ത് വീടാണ്. എന്നിട്ട് ഞാൻ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ വിത്തുകളെല്ലാം തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളാണ് നട്ടത്, അതുകൊണ്ട് തന്നെ എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യാം. എനിക്ക് പിന്നെ സ്ഥലമില്ലാത്തത് കൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ കൃഷി ചെയ്യുന്നുള്ളൂ. സ്ഥലവും സൗകര്യവുമുള്ളവർ ഈ മാസത്തിൽ എല്ലാത്തരം പച്ചക്കറികളും കൃഷി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ടെറസിൽ കുറേ പച്ചക്കറികളൊക്കെ കഴിഞ്ഞു, കുറേയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത കൃഷിക്കുള്ള തുടക്കമാണ്. പൂവിട്ട് തുടങ്ങുമ്പോൾ തന്നെ അടുത്ത കൃഷിക്കുള്ള വിത്ത് പാകണം എന്നാണ് ചൊല്ല്. ഇതിപ്പോൾ ഞാൻ ഒരിക്കൽ കൃഷി ചെയ്ത മണ്ണ് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി ഡോളോമൈറ്റ് ഇട്ട് നന്നായി ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഡോളോമൈറ്റൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്ത് തൈകൾ നടാനായിട്ട്. ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് ഏതെങ്കിലും കമ്പോസ്റ്റ്, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് സ്യൂഡോമോണസ് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം തൈകൾ നടാനായിട്ട്. കുറച്ച് ചാരം കിട്ടാനുണ്ടെങ്കിൽ ഒരു പിടി ചാരം ഒരു ചട്ടിയിലോട്ട് മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ലൂസായ മണ്ണിൽ വേണം നമ്മൾ തൈകൾ വയ്ക്കാനായിട്ട്. എന്നാൽ മാത്രമേ ചെടികൾക്ക് നല്ല രീതിയിൽ വേരോട്ടം കിട്ടുകയുള്ളൂ. ഞാനിപ്പോൾ കുറച്ചു തൈകൾ മാത്രമേ മാറ്റി നട്ടിട്ടുള്ളൂ. ബാക്കി തൈകൾ വലുതാവുന്നതിനനുസരിച്ച് മാറ്റി നടുന്നതാണ്. ഇത് നമുക്ക് കുപ്പി കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇതെങ്ങനെയെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഞാൻ ചെടികൾ മാറ്റി നട്ട് തണലത്താണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു 3 ദിവസം കഴിഞ്ഞ് ചെടികൾ നന്നായിട്ട് വേര് പിടിച്ചതിന് ശേഷം ടെറസിലോട്ട് മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ തുടർന്നുള്ള വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കൃഷി വീഡിയോസും കൃഷി ടിപ്സും ഒക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.